ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പഴയ തുണികളും സിമൻറ്റും മണലും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിച്ചട്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്കൊരു മോൾഡ് ഉണ്ടാക്കണം. അപ്പം മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് കുറച്ച് പഴയ പേസ്റ്റ് ബോർഡാണ്. അപ്പം അതിന് മുകൾ സൈഡ് ഒരു 6 ഇഞ്ച് വീതിക്കും അടി സൈഡ് ഒരു 5 ഇഞ്ച് വീതിക്കും പിന്നെ അതിൻ്റെ നീളമെന്ന് പറയുമ്പോൾ ചെടിച്ചട്ടിയുടെ മൊത്തം പൊക്കം ഒരു 11 ഇഞ്ച്. അപ്പോൾ അതിന് കറക്റ്റ് അടി സൈഡ് 5 ഇഞ്ച് മുകൾ സൈഡ് 6 ഇഞ്ച് എന്ന അളവിൽ വെട്ടിയെടുത്ത് ഒരു 4 പീസ് അങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിന് മാസ്കിംഗ് ടേപ്പ് വെച്ച് നല്ലവണ്ണം 4 കൂടെ നമുക്ക് ഒട്ടിച്ച് ചേർക്കാം. ഇപ്പോൾ മാസ്കിംഗ് ടേപ്പ് വെച്ച് 4 പീസും ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടി സൈഡും കൂടെ നമുക്കൊന്ന് അടച്ചെടുത്തേക്കാം. അപ്പോൾ നമ്മുടെ മോൾഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പഴയ കുറച്ച് കോട്ടൺ തുണിയും. അപ്പം സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ പഴയ കോട്ടൺ തുണി നമുക്ക് ചെറിയ അളവിൽ മുറിച്ചെടുത്തിട്ട് ആ സിമൻറ്റിലോട്ട് നല്ലവണ്ണം മുക്കി നമ്മുടെ മോൾഡിൻ്റെ പുറത്ത് നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ കണക്ക് തുണി ഒരു 3-4 ലെയർ നല്ലവണ്ണം കട്ടിക്ക് തന്നെ ഒട്ടിച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എത്ര കട്ടിക്ക് വേണോ നമുക്ക് ഇതേ കണക്ക് തുണി നല്ലവണ്ണം സിമൻറ്റിൽ മുക്കി നല്ലവണ്ണം ഒട്ടിച്ചേർത്ത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേ കണക്ക് നല്ലവണ്ണം ഒട്ടിച്ച് കട്ടിക്ക് തന്നെ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ച് കൊടുക്കപ്പോഴേ നല്ലൊരു ചെറിയൊരു ഷേപ്പ് വരത്തക്ക രീതിയിൽ തന്നെ ഒരുപാട് തടുപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു നല്ലവണ്ണം ലെവലിൽ ഒട്ടിച്ചെടുക്കുക. അപ്പം 4 സൈഡും മുകൾ സൈഡും നമ്മൾ നല്ലവണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ദിവസം നല്ലവണ്ണം 1-2 ദിവസം നല്ലവണ്ണം ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് ഏകദേശം 1-2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്, നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മണലും സിമൻറ്റും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം മണൽ 1 സിമൻറ്റ് 1 എന്നുള്ള അളവിലാണ്. 1 കപ്പ് മണലെടുത്ത് കഴിഞ്ഞാൽ 1 കപ്പ് സിമൻറ്റും ഒരേ അളവിൽ തന്നെ ഇട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ മോൾഡിൻ്റെ പുറത്തെ സൈഡ് നല്ലവണ്ണം ചെറിയ കരണ്ടിയോ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അപ്പം ഇതിൽ എത്ര കനം വേണോ അത് നിങ്ങളുടെ അളവിൽ തന്നെ എടുക്കുക. അപ്പം ഏകദേശം ഒരു 1/2 ഇഞ്ച് കനം കിട്ടത്ത രീതിയിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അപ്പം എല്ലാ സൈഡും നല്ലവണ്ണം സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ചെറിയൊരു പലവ കഷ്ണമോ മറ്റെന്തെങ്കിലും കൊണ്ട് അതിൻ്റെ പുറത്തെ സൈഡ് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെറിയൊരു ലെവലുള്ള ചെറിയൊരു പലക പീസ് എടുത്തു കഴിഞ്ഞാൽ ഇത് കണക്ക് നല്ലവണ്ണം തേച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ 4 സൈഡിലും വരുന്ന കോർണർ എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ ആ മൂല സൈഡും കൂടെ നല്ലവണ്ണം തേച്ച് ഒരു ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇച്ചിരി തടുപ്പൊക്കെ ആയിരുന്നാലും വിഷയമില്ല, നമുക്ക് അതിനെ പേപ്പർ ഇട്ടൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിൽ കണക്ക് തന്നെ നമ്മുടെ 4 സൈഡും നല്ലവണ്ണം സിമൻറ്റ് തേച്ച് പിടിപ്പിക്കുക. ഏകദേശം ഒരു 1/2 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ തേച്ച് പിടിപ്പിച്ച് അതിനെ തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകൾ സൈഡും കൂടെ നമുക്ക് നല്ലവണ്ണം അടച്ചു കൊടുക്കാം. കാരണം ഇതിൻ്റെ മുകൾ സൈഡിൽ ഞാൻ എന്തായാലും ചെടിച്ചട്ടിയുടെ അടി സൈഡിൽ വരുന്ന ഹോള് ഇടുന്നില്ല. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ആക്രിലിക്കൊക്കെ ഉപയോഗിക്കുന്ന പെയിൻറ്റ് ഉപയോഗിക്കുന്ന ചെടിച്ചട്ടികൾ കൂടുതൽ നമ്മൾ ഔട്ട്ഡോർ വയ്ക്കാറില്ല, കൂടുതലും ഇൻഡോർ ആയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഹോള് നിങ്ങൾക്ക് വെളി സൈഡിൽ പുറത്തെ സൈഡാണ് ചെടിച്ചട്ടി വെക്കുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ അടി സൈഡിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ സിമൻറ്റ് നല്ലവണ്ണം കട്ടിയാവുന്ന മുമ്പ് തന്നെ ആ ചെറിയ മുനയുള്ള കരണ്ടി എന്തെങ്കിലും കൊണ്ട് ചെറിയൊരു ഹോളും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ എന്തായാലും ഹോളിട്ട് കാണിക്കുന്നില്ല. അപ്പം ഏകദേശം ഒരു 2-3 ദിവസം നല്ലവണ്ണം അത് ഒന്ന് ഉണങ്ങാൻ വെച്ച് വെള്ളമൊക്കെ കൊടുത്ത് നല്ലവണ്ണം നനച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തുള്ള കാർഡ്ബോർഡിൻ്റെ പീസെല്ലാം നമുക്ക് ഇളക്കി മാറ്റാം. ഇനി അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് സിമൻറ്റും മണലും കൂടെ മിക്സ് ചെയ്തെടുത്ത് അകത്ത് ആ തുണി വരുന്ന തുണിയുടെ പാടൊന്നും വെളിയിൽ കാണാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ അകത്തും കൂടെ നൈസ് കനത്തിൽ തന്നെ സിമൻറ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ച് അതിൻ്റെ അകവും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അകത്തെ സൈഡ് സിമൻറ്റ്
നൈസ് കനത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ചെറിയൊരു ബ്രഷ് എല്ലാം കൊണ്ട് നല്ലവണ്ണം ആ തടുപ്പ് വലിയ തടുപ്പൊന്നും വരാത്ത രീതിയിൽ അതിനെ ഒന്ന് ബ്രഷ് കൊണ്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അക സൈഡ് ബ്രഷിന് നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് അതിനെ ഒരു ദിവസം കൂടെ നല്ലവണ്ണം ഒന്ന് നനച്ചു കൊടുത്ത് നല്ലവണ്ണം ഉണക്കിയെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ 80-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് അതിൻ്റെ പുറത്തെ സൈഡ് ചെറിയ തടുപ്പും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് പേപ്പർ ഇട്ട് നല്ലവണ്ണം പേപ്പറിന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ 80-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് പേപ്പർ ചെയ്യപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വലിയ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനെ ഒട്ടിച്ചൊന്ന് നല്ലവണ്ണം പേപ്പർ ചെയ്തെടുക്കുക. പേപ്പർ ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റ് സിമൻ്റാണ്. അപ്പോൾ വൈറ്റ് സിമൻ്റ് ഒരു മീഡിയം കട്ടിക്ക് വെള്ളം കൂടെ ഒഴിച്ച് നല്ലവണ്ണം കലക്കിയെടുക്കുക. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഉണ്ടാക്കിയ ചെടിച്ചട്ടിയുടെ പുറത്തെ സൈഡിൽ ഒരു കട്ടി വരത്തക്ക രീതിയിൽ തന്നെ, ഒരുപാട് നൈസിനടിക്കേണ്ട, നമുക്ക് ഒരു കട്ടി വരത്തക്ക രീതിയിൽ നല്ലവണ്ണം വൈറ്റ് സിമൻറ്റും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വൈറ്റ് സിമൻറ്റ് കൊടുത്ത് അതിനെ ഒന്ന് ഒരു 10 അല്ലെങ്കിൽ ഒരു 20 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം നല്ലവണ്ണം ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ട്, ഒരുപാട് വെയിലത്തൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതിനെ കൂടെ 80-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം പേപ്പറും കൂടെ ചെയ്തെടുക്കുക. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ കളർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പെൻസിൽ ഉപയോഗിച്ചോ മറ്റെന്തെങ്കിലും ഉപയോഗിച്ച് ചെറിയ പടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും രീതിയിൽ ഉള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ട് നമുക്കതിന്, ഞാൻ പെൻസിൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പടങ്ങളൊക്കെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ കളർ ചെയ്തെടുക്കാൻ എടുത്തേക്കുന്ന പെയിൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ആക്രിലിക്കിൻ്റെ തന്നെയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെയിൻറ്റ് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. അപ്പം ഏത് ഡിസൈൻ വേണോ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തൊന്ന് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം വടം വരയ്ക്കുന്നത് ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ, കാരണം നല്ല ടൈം എടുക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ഡിസൈൻ വേണോ നിങ്ങൾക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഉള്ള ചെറിയ പടങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഡിസൈൻ ചെയ്ത് ഏത് രീതിയിൽ വേണോ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ പുറത്ത് കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ ഡോട്ടുകളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ അതിന് ആക്രിലിക്കിൻ്റെ പിന്നെ ബ്ലാക്ക് പെയിൻറ്റ് ഉപയോഗിച്ച് ചെറിയ കുത്തുകളും കൂടെ ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ പോട്ട് നല്ലൊരു ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.